ഇതാണ് ചങ്കലം പരണ്ടെന്ന് പറയാം. ചങ്കലം പരണ്ടെന്ന് വെച്ചാൽ ഒരു മരുന്നാണത്. ഇത് കണ്ടല്ലേ, ചങ്ങലയായിരുന്നു കണ്ടല്ലേ, ഇവിടെ ഒരു ജോയിനിങ് കണ്ടല്ലേ, ഇവിടെ ഉണ്ടാവും ജോയിനിങ്. ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോരോ ജോയിനിങ് ഉണ്ടാവും. ഒരാൾ ഒരു ജോയിനിങ്ങില്ലേ, അങ്ങനെ 5 ജോയിനിങ് തന്നെ 5 കഷ്ണം ഒരാൾ ദിവസം കഴിക്കണം എന്നാണ് പറയാം. അങ്ങനെ ആഴ്ചയ്ക്ക് 2 ദിവസം ഇതിനെ ചട്നി അരച്ച് കഴിച്ചാൽ പല അസുഖങ്ങളും ഇതിന് മാറാം. മൂലത്തിൻ്റെ അസുഖമുള്ളവർ, പിന്നെ കഫക്കെട്ടുള്ളവർ, പിന്നെ ഈ എല്ല് തേയ്മാനം, മുട്ടുവേദന, കാലുവേദന, അതിനെല്ലാം വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ കയ്യും കാലൊക്കെ മുറിഞ്ഞ് എവിടെയെങ്കിലും തട്ടി വീണ് കയ്യും കാലൊക്കെ ഇങ്ങനെ ഇതാവില്ലേ, മുള്ളിലെല്ലാം നീങ്ങാതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് സ്ഥലത്ത് വെച്ച് കിട്ടിയിട്ട് ഈ ചങ്ങലം പരണ്ടെന്ന് പറഞ്ഞ സാധനത്തിന് 5 കഷ്ണം എടുത്തിട്ട് അതിൻ്റെ കൂടെ പുളിയും ഉപ്പും ഇട്ട് നല്ലോണം അരച്ച് ആ നീങ്ങിപ്പോയ സ്ഥലത്ത് ഇത് വെച്ച് കെട്ടും. അങ്ങനെ ഒരു 10 ദിവസം, 7 ദിവസം, 21 ദിവസം അങ്ങനെ ഉണ്ട്. അങ്ങനെ വെച്ച് കെട്ടുമ്പം അത് കൂടിപ്പോകുമെന്നാണ് പറയാം, നല്ലോണം കൂടുമെന്നാണ് പറയാം. അങ്ങനെ ഇല്ലെങ്കിൽ ചട്നി അരച്ച് കഴിച്ചാലും, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്താലും ചട്നി അരച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഈ ഇല എടുക്കാൻ പാടില്ല കേട്ടോ. ഇല ഉണ്ട് ഓരോരോ സ്ഥലത്തും. ഇല ഇതിൻ്റെ അകത്തൊരു നാരും ഉണ്ട്, അതെടുക്കാൻ പാടില്ല. ഇതെങ്ങനെ നന്നാക്കാന്നുള്ളത് ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചട്നി അരയ്ക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചങ്ങലം പരണ്ട. ഇതിൻ്റെ ഈ ഒരു കഷ്ണം വെച്ചാൽ മതി നമുക്ക് ചെടി വരും. ഇത് വെറുതെ ഒരു കഷ്ണം, ഈ ഒരു കഷ്ണം ഈ ഒരു കഷ്ണം വെച്ച് കൊടുത്താൽ മതി നമുക്ക് ചെടി വളരാൻ. ഇത് കുഴിച്ചിട്ട് പകുതി കുഴിച്ചിട്ടിട്ട് വെച്ചാൽ ഒരു 10-15 ദിവസത്തിൻ്റെ കൂടെ ഇവിടെ നല്ല ഇല വരും. അപ്പോൾ നമ്മളിതെങ്ങനെ നന്നാക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ജോയിൻസ് ഉള്ള സ്ഥലത്ത് ഇങ്ങനെ മുറിക്കണം, എന്നിട്ട് ഇതിനെ ഇങ്ങനെ വലിക്കണം. അപ്പോൾ ഇതിൻ്റെ നാര് കണ്ടില്ലേ, ഇതിൻ്റെ നാര് പോകണം. ഇതിന് ചെറിയൊരു തരിപ്പുണ്ട്. ഇത് നന്നാക്കുമ്പോൾ ചിലർക്ക് കൈ തരിക്കും, എന്താ പറയുക, തരിപ്പന്നെയാ, ചൊറിച്ചലല്ല, ഒരു തരിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ നാരിങ്ങനെ നമ്മൾ വെട്ടിയെടുക്കണം. നാര് വെട്ടിതാക്കണ്ടേ, ഇങ്ങനെ നാര് കളയണം. നാര് കളഞ്ഞാൽ ഇത് ഒരു മരുന്നല്ലേ, ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെ കണ്ടല്ലേ ഇതിൻ്റെ നാരൊക്കെ എടുത്തിട്ട് ഇടാം. അപ്പോൾ രണ്ടാമത്തെ പീസ് ഇങ്ങനെ ഒടിച്ചെടുത്താൽ, ഒടിക്കുമ്പോൾ നമുക്ക് നാര് വരും. അത് കഴിഞ്ഞ് ചെറിയ കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കണം. ആദ്യം നമ്മൾ ഒരു 4 കോർണർ ഉണ്ടാവും. ഈ കോർണറിൽ ഇങ്ങനെ മൂലയ്ക്ക് 4 മൂല ഉണ്ടാവും. 4 മൂലയ്ക്ക് ഇങ്ങനെ ചെത്തിക്കളയണം. അതിൻ്റെ മുള്ള് പോലത്തെ, മുള്ളല്ല, ചെറിയ ഷാർപ്പായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്, അത് നമ്മളിങ്ങനെ ചെത്തിക്കളയാതെ, എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ നാര് നീക്കിക്കളയണം. അപ്പോൾ ഇത് ആദ്യമൊക്കെ ഇതിനാരും തമിഴ്നാട്ടിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യും. ഇവിടെ കേരളത്തിൽ ഇത് കുറവാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മരുന്നിൻ്റെ കാര്യം അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതെല്ലാവരും ഈ ചെടി അന്വേഷിച്ച് നടക്കുക. കൈയും കാലൊക്കെ വീണവർ, എല്ലുവേദന ഉള്ളവർ, മുട്ടുവേദന, കൈ വേദന, കാലുവേദന, അവർക്കെല്ലാം വളരെ നല്ലതാണ്. കഫക്കെട്ടുള്ളവർ, പിന്നെ എന്താ പറയുക, മൂലത്തിൻ്റെ അസുഖമുള്ളവർ, മൂലത്തിൻ്റെ അസുഖമുള്ളവർ ദിവസവും കൂടി കഴിക്കാം, കുഴപ്പമില്ല, അത്ര നല്ലതാണ്. നമുക്ക് കഫക്കെട്ടുള്ളവർക്ക്, ഈ മുട്ടുവേദന ഉള്ളവർക്ക് ആഴ്ചയ്ക്ക് 2-3 ദിവസം കഴിക്കാം. ഇങ്ങനെ ഓരോരോ ജോയിനിങ് ഉണ്ടല്ലോ, അങ്ങനെ 5 ജോയിനിങ് ഇങ്ങനെ ഇതാക്കണം. ഇത് വേലി ഓർത്തൊക്കെ ഉണ്ടാവും എന്നറിയാം. ചിലരിതിനെ അറിയാത്തവരെ വലിച്ച് കളയും. ഇവിടെ നിലംപരണ്ട വേറെ കേട്ടോ. നിലംപരണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു സാധനം ഉണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ചങ്ങലം പരണ്ടെന്നാണ് പറയുന്നത്. നിലംപരണ്ടെന്ന് എന്തിനാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ചങ്ങലം പരണ്ടെന്നാണ് പറയുക. കണ്ടില്ലേ, ഇങ്ങനെ മെയിനായിട്ട് ഇത് 4 കോർണർ ഇങ്ങനെ ചെത്തിക്കളയണം. ഇങ്ങനെ ചെത്തിക്കളഞ്ഞാൽ പിന്നെ കണ്ടില്ലേ, ഇങ്ങനെ എടുക്കണം. ഇത് നല്ലോണം, ഒന്നാമത് പുളി നല്ലോണം, ഇതിന് പുളി കൂട്ടണം. പുളി കൂട്ടാണ്ട് അരയ്ക്കാനോ കാലിലൊന്നും പുരട്ടാനോ പാടില്ല. ചിലർ ഈ അരച്ച് പുരട്ടും, അത് നല്ലത് തന്നെയാണ്. എല്ലൊക്കെ തേയ്മാനുള്ളവർ, എല്ല് കൂടണമെങ്കിൽ ഇതിനെ അരച്ച് പുളിയും ഉപ്പും ഇട്ട് അരച്ച് കൂട്ടണം. പുളി ഉപ്പ് കൂട്ടണം എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു തരിപ്പുണ്ട്, ആ തരിപ്പ് വരാണ്ടിരിക്കാനാണ് കൂട്ടുന്നത്. രണ്ടാമത് പച്ചയല്ല കേട്ടോ അരയ്ക്കുക, ഒന്ന് വാട്ടിയിട്ട് വേണം അരയ്ക്കാം. പക്ഷേ എല്ല് കൂടുന്നതിന് വാട്ടുക ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ മതി, ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് അരയ്ക്കുക. ഇത് പച്ചമുളകും നാളികേരവും പുളിയും 2 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അരയ്ക്കുക. അങ്ങനെ അരയ്ക്കുന്നവരുമുണ്ട്. പക്ഷേ ഇത് വേറൊരു മെത്തേഡിലും അരയ്ക്കുക. അങ്ങനെ അരയ്ക്കുമ്പോൾ ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉഴുന്ന് പറഞ്ഞാൽ നമ്മൾ കൈ എല്ലൊക്കെ പൊട്ടിയാലും ഉഴുന്ന് അരച്ച് വെച്ചാലും കൂടുന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉഴുന്ന് കൂട്ടും. ഉഴുന്ന് വറുക്കുക, കടലപ്പരിപ്പ് വറുക്കുക, ഇങ്ങനെ ചുവന്ന മുളക്, പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ഇടുക, പച്ചമുളക് വറുക്കുക, ഇങ്ങനെ ഓരോന്നും വറുത്ത് ഇടും.
കണ്ടല്ലേ, ഇതാണ് ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ. ഇതാ ഇതേ അപ്പം അതിന് വേണ്ടത് പരണ്ടതുണ്ട്. ചങ്ങലം പരണ്ട വേര് കളഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിരിക്കുക. ഇത് ഉഴുന്നും പരിപ്പ് 1 സ്പൂണ്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 3 ചുവന്ന മുളക്, ഇഷ്ടമുള്ളവർ പച്ചമുളക് കൂടെ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അവരവർക്ക് എരിവ് അനുസരിച്ച് മുളക് ഇട്ടോളൂ. 3 ചെറിയ ഉള്ളി, ഒരു 5 വെളുത്തുള്ളി, ഒരു ചെറിയ പുളി, നെല്ലിക്കേൻ്റെ അളവുള്ള പുളി, ഇത് കുരുവൊക്കെ കളഞ്ഞ് വെച്ചത് കേട്ടോ. ഇത് ഉപ്പ്, ഇഞ്ചി ഒരു കഷ്ണം, കരിവേപ്പിൻ്റെ ഇല, മല്ലിയില ഇട്ടാൽ ഇനി നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. സ്റ്റൗ കത്തിച്ചു, പാൻ അടുപ്പത്ത് വെച്ചു. ഞാൻ വെളിച്ചെണ്ണ ഇട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണ അവരവരുടെ ഇഷ്ടം, അവരുടെ സൗകര്യം, ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കാൻ മതി. വാട്ടിയെടുക്കാണ്ട് അരച്ചത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ ചെറിയൊരു തരിപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നതൊക്കെ. അതുകൊണ്ട് ആദ്യം തന്നെ 1 സ്പൂൺ കടലപ്പരിപ്പ് ഇട്ടു, 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, കരിവേപ്പിൻ്റെ ഇല, ഉണക്കമുളക് എല്ലാം ഒന്നിച്ചിട്ട് വാട്ടാട്ടോ, കുഴപ്പമൊന്നുമില്ല. ചകലം പരട, ഇത് ഉഴുന്നും പരിപ്പ് ഒന്ന് ബ്രൗൺ ആയി വരുന്ന വരെ നമുക്കിത് ഒന്ന് ഇളക്കി എടുക്കാം. സിമ്മിൽ വെച്ച് ഇളക്കി എടുക്കാം കേട്ടോ. എന്നുവെച്ചാൽ പെട്ടെന്ന് ഇതായി പോകും, അതുകൊണ്ടാണ്. തേങ്ങ ഇടണ്ട, നല്ലോണം വാടണം. വാടി വെച്ച് തേങ്ങ ഇടുന്നുണ്ടവർ തേങ്ങ ഇടാം കേട്ടോ. തേങ്ങ ഇടാൻ ഇഷ്ടമുള്ളവർ തേങ്ങ ഇടാം. എല്ലാം വാടിയുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പുളി, ഉപ്പ്, നല്ലോണം ഇനി വാട്ടി നല്ലോണം വാടി വരണം. ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും നല്ലപോലെ ബ്രൗൺ കളറാവണം. ബ്രൗൺ കളറാവണ്ട, ഒന്ന് ഇതാവണം. അതായതിനു ശേഷം നിങ്ങൾ ചൂടാറിയതിന് ശേഷം ഇത് അരച്ച് എടുക്കാം. അരച്ചെടുത്ത് ഇത് കഴിച്ചാൽ വയറസുഖത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അജീർണത്തിൻ്റെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ജീർണ്ണമാകാണ്ടിരിക്കുക, ഗ്യാസ് ട്രബിള്, പിന്നെ മുട്ടുവേദന, കൈ വേദന, കാല് വേദന, പിന്നെ ജോയിൻറ്റ് പെയിന്, പിന്നെ നമുക്ക് ഈ എവിടെയെങ്കിലും ഫ്രാക്ചറായൊക്കെ ബാത്റൂമിൽ വീഴാന്നൊക്കെ പറയില്ല. അപ്പോൾ നമ്മൾ ബാൻഡേജൊക്കെ ഇടില്ലേ, ആ സമയത്ത് ബാൻഡേജൊക്കെ അഴിച്ചതിൻ്റെ ശേഷം ഈ പെരണ്ട പുളിയും ഉപ്പും കൂടിയും വെച്ച് അരച്ച് ആ സ്ഥലത്ത് വെച്ച് ഒരു തുണി വെച്ച് ഒരു 2-3 ദിവസം ഒരാഴ്ചയ്ക്ക് കിട്ടിയാൽ പെട്ടെന്ന് കൂടുന്നാ പറയുക. ഈ പെരണ്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് കാണാൻ ചിലർ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ മുട്ടുവേദനയ്ക്കൊക്കെ നല്ലതാണ്. പെരണ്ട കഫക്കെട്ട് നല്ലതാണ്. തേങ്ങ ഇടുന്നത് ഇഷ്ടമുള്ളവർക്ക് നാളികേരം ഇടാം കേട്ടോ. നാളികേരം ഇഷ്ടമുള്ളവർ ഇടാം. ഞാനിപ്പോൾ തേങ്ങ ഇടുന്നില്ല, കാരണം ചെന്ന് നാളികേരം അരച്ച കൂട്ടാനാണ്. അപ്പോൾ ഇത് നാളികേരം അരയ്ക്കാണ്ട് ദോശയ്ക്ക് കൂട്ടാം, ഇഡ്ഡലിക്ക് കൂട്ടാം, ചോറിന് കൂട്ടാം, എല്ലാത്തിനും കൂട്ടാം. നന്നായി ടേസ്റ്റ് ആയിട്ടുണ്ടാവും. മൂലത്തിൻ്റെ അസുഖമുള്ളവർ അവർ കൂട്ടാം. കുട്ടികൾ വയറ്റിൽ പോകാത്ത കുട്ടികൾക്ക് കൊടുക്കാം. വളരെ നല്ല സാധനം. വളരെ മരുന്ന് വെച്ചാൽ വളരെ മരുന്നാണ്. ഇനിയിപ്പോൾ ഇത് പാടി കഴിഞ്ഞു, ഗ്യാസ് ഓഫ് ആക്കാണ്. ഇനിയിപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് അരയ്ക്കാം. അരച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ വരണ്ട ചട്ടണി. ഈ ചട്ടണി വെച്ച് തന്നെ ചോറ് കഴിക്കാം. വേറെ കൂട്ടാൻ വേണോ ഉപ്പേരി വേണോ ഒന്നുമില്ല. ഈ ചട്ടണി വെച്ച് തന്നെ ചോറുണ്ണാം. വളരെ നല്ലതാണ് ദേഹത്തിന്. എല്ലാവരും ഇത് ചട്നി ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഇതുപോലെ നല്ല മരുന്നുകളൊക്കെ ഉണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. കേട്ടോ. ഓക്കെ, ബൈ.